വെൽക്കം ബാക്ക് ടു പ്രവീസ് മാജിക്. ഇത് ഞാൻ വന്നിട്ടുള്ളത് ഒരു നവരാത്രി സ്പെഷ്യൽ ഡിഷായിട്ടാണ്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. അപ്പോൾ നവരാത്രി വ്രതം എടുക്കുന്നവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ചപ്പാത്തിയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റമാണ് സംഭവം, കണ്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചപ്പാത്തിയാണ്. അപ്പം ഇത് നമ്മുടെ ചൗവരിയും പൊട്ടറ്റോയും, അതായത് ഉരുളക്കിഴങ്ങ് വെച്ച് ചെയ്യുന്ന ഒരു ചപ്പാത്തിയാണ്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഞാൻ ഒന്ന് കണ്ടോ കഴിച്ച് കാണിച്ചു തരാം. ഇത് തൈരാണ് ഇതിന് മെയിനായിട്ട്, ഇതിൻ്റെ കോമ്പിനേഷനായിട്ട് വരുന്നത്. അപ്പം ഇവിടുത്തെ ഉള്ളവർ കഴിക്കുന്ന സാധനമാണ്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ ഇനി പെട്ടെന്ന് പോയി വീഡിയോ കണ്ടോളൂ. ഇന്ന് നവരാത്രിക്ക് നമ്മൾ വ്രതം എടുക്കുമല്ലോ, ആ സമയത്ത് കഴിക്കുന്നതുള്ള സ്പെഷ്യൽ ചപ്പാത്തിയാണ്. അപ്പം ഞാൻ അതിന് ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് ഇപ്പം 100 ഗ്രാം ഉണ്ട്. 100 ഗ്രാം നമ്മുടെ എന്തുവാണ് ചൗവരിയാണ്. ഇത് ഞാനൊരു 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ്. അപ്പോൾ ഈ ചൗവരി കൊണ്ടിട്ടാണ് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്നത്. ഇത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള ചപ്പാത്തിയാണ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമുക്ക് കുതിർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ചൗവരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഞാൻ 100 ഗ്രാം ചൗവരി എടുത്തതുകൊണ്ട് 2 വലിയ പൊട്ടറ്റോ ആണ്, അതായത് ഉരുളക്കിഴങ്ങ് നല്ല പോലെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ വേവിച്ച് പൊടിച്ച് എടുത്ത ഉരുളക്കിഴങ്ങാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, വലിയത്. ഇനി വേണ്ടത് കപ്പലണ്ടിയാണ്. കപ്പലണ്ടി എന്ന് വെച്ചാൽ കപ്പലണ്ടി നല്ലപോലെ വറുത്ത് അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് ഞാൻ ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അത് വറുത്ത് പൊടിച്ചെടുത്തതാണ്. അത് ഞാനൊരു 2 സ്പൂൺ ഇടുന്നുണ്ട്. വേണമെങ്കിൽ നമുക്ക് പിന്നെയും ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇത് കുഴഞ്ഞ് വരുന്ന സമയത്ത് അഥവാ വെള്ളം കൂടുതലായിട്ട് തോന്നുകയാണെങ്കിൽ നമ്മൾ കപ്പലണ്ടിയുടെ പൊടി ഇട്ട് കൊടുത്താൽ മതി. ഇതിലേക്കുള്ള സ്പൈസസ് ആണ്. അപ്പം ജീരകമുണ്ട്. ജീരകം ഞാൻ 1 സ്പൂൺ എടുത്തിട്ടുണ്ട്, ചെറിയ ജീരകമാണ്. അതുപോലെ എള്ളുണ്ട്. എള്ളും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണോളം ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇത് പച്ചമുളകാണ്. പച്ചമുളക് ഇതിലേക്കിടാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു ശകല ഇഞ്ചിയും കൂടി ഇട്ടിട്ടുണ്ട്. ചെറിയൊരു പീസ് ഇഞ്ചിയാണ്, 2-3 പീസേ ഉള്ളൂ, അത് കുറച്ച് ഉള്ളൂ, അതും കൂടി ഇട്ടിട്ടുണ്ട്. പിന്നെ കറി ലീവ്സാണ്, അത് നമുക്ക് ഇതിലിട്ട് കൊടുക്കാം. ഇനി പഞ്ചസാരയാണ്. അപ്പോൾ ഒരു ശകലം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ഞാൻ ചേർക്കുന്ന 1 സ്പൂൺ ലൈം ജ്യൂസാണ്. അത് ഒരു 1.5 സ്പൂണോളം ഉണ്ട്. അത് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. 1 മുറി പിഴിഞ്ഞ ലൈം. പിന്നെ ഉപ്പാണ്. ഇത് റോക്ക് സാൾട്ട്, അതായത് നമ്മുടെ ഫാസ്റ്റിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഉപ്പാണ്. അപ്പോൾ ആ ഉപ്പാണ് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും. നമ്മൾ സാധാരണ കല്ലുപ്പ് പൊടിച്ച് ചേർത്താലും മതി. ഇതിപ്പോൾ ഞാൻ വാങ്ങിയതാണ്. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈ കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുക്കണം. കാരണം ഇതിനകത്ത് പൊട്ടറ്റോയുടെ ഏതെങ്കിലും പീസ് ഉടയാതെ കിടപ്പുണ്ടെങ്കിൽ അത് നല്ലപോലെ കൈ കൊണ്ട് ഉടച്ച് ഇതിൽ ചേർക്കണം. നല്ലപോലെ ഇത് കുഴച്ചെടുക്കാം. ഇത് നമ്മുടെ ചൗവരി ഇടാം. നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നല്ലപോലെ ഉടച്ച് ചേർക്കണം. ഞാനിതിപ്പോൾ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ചപ്പാത്തി പരത്തിയെടുക്കുന്നതിന് മുന്നേ കയ്യിൽ നമുക്ക് കുറച്ച് എണ്ണ തേച്ചിട്ട് ഇതൊന്ന് ബോളുകളാക്കി വയ്ക്കാം. എണ്ണ തേക്കുമ്പോൾ അത് കറക്റ്റായിട്ട് വരും. നമുക്ക് എത്രത്തോളം ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാൽ ആ രീതിയിൽ ഇതിനെ ഒന്ന് ബോളാക്കി വയ്ക്കുക. ഇനി അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ബോളാക്കി നിങ്ങൾ പരത്തിയെടുത്താലും മതി. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടി നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എന്തായാലും കയ്യിൽ കുറച്ച് എണ്ണ തടകിയിട്ടേ നമുക്കിത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വലുതും ചെറുതുമായിട്ടോ ഒരേ ഷേപ്പിനോ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. പരത്തുമ്പോഴും നമ്മൾ കയ്യിൽ അത്യാവശ്യം നല്ലപോലെ എണ്ണ തേച്ചേക്കണം. എന്നാൽ മാത്രമേ, അല്ലെങ്കിൽ ഇത് കയ്യിലൊട്ടും. പിന്നെ ഞാൻ ബട്ടർ പേപ്പർ, ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് ബട്ടർ പേപ്പറിൽ എണ്ണ തേച്ചാണ് വെച്ചേക്കുന്നത് ഇത് പരത്തിയെടുക്കാനായിട്ട്. ചപ്പാത്തിയുടെ റോളറും കൊണ്ടൊന്നും വേണ്ട, കൈ കൊണ്ടാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. അപ്പം നമുക്കിനി ഓരോ ബോളും എടുത്ത് പരത്തിയെടുക്കാം. ഒരു ബോളെടുത്ത് നല്ലപോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് നമുക്ക് ബട്ടർ പേപ്പറിൽ വെച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഈ തിക്നെസ്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം കേട്ടോ, എത്രത്തോളം തിക്നെസ് വേണമെന്നുള്ള ഇതൊക്കെ. അപ്പം ഇത് നമുക്ക് ഓരോരുത്തർക്കുടെയും റൗണ്ട് ഷേപ്പും ഒക്കെ നമ്മുടെ അളവിനനുസരിച്ച്. ഇനിയിപ്പോൾ വലിയ 2 ചപ്പാത്തി മതി എന്നുണ്ടെങ്കിൽ 2ആയിട്ട് പരത്തിയെടുത്താലും മതി. അല്ല കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെറുതായിട്ട് പരത്തിയെടുത്താലും മതി.
അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാ ചപ്പാത്തി ഒന്ന് പരത്തിയെടുക്കട്ടെ. നമുക്കിനി ചുട്ടെടുക്കാം. ഇപ്പം ഞാൻ സാധാരണ ഒരു ദോശക്കല്ലിലാണ് ചുട്ടെടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ കല്ല് നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലേക്ക് പരത്തി ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരുപാട് പരത്തണ്ട, ഇത് പൊട്ടിപ്പോവും ഇത്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നല്ല അത്യാവശ്യം ഒരു തിക്കായിട്ട് തന്നെ ഇത് കിട്ടണം. അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് ഇത് പീസായിട്ട് പൊട്ടിപ്പോവും. ഒരു സൈഡ് ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കാം. ഒരു സൈഡ് ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ബാക്കിയും കൂടി ഒന്ന് വെന്ത് വരട്ടെ. ഒരു സൈഡും വെന്ത നമ്മുടെ ആദ്യത്തെ നമ്മുടെ ചപ്പാത്തി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെടുത്ത് ഇതേ പ്ലേറ്റിലോട്ട് മാറ്റുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കി ചുട്ടെടുക്കാം. നമ്മുടെ എല്ലാ ചപ്പാത്തിയും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്, നമുക്ക് പെട്ടെന്ന് കഴിക്കാനൊക്കെ പറ്റുന്ന നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പം ഞാൻ എല്ലാ ചപ്പാത്തിയും ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളിതൊന്ന് എന്ത് ചെയ്യണം, ആക്ച്വലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിരുന്നാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോഴപ്പോഴും നോട്ടിഫിക്കേഷനായി വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.